ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഹാച്ച്ബാക്കിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഡിസൈനിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ടാറ്റ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കടന്നു എന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് അൾട്രോസ്. ഇമ്പാക്ട് 2.0 ഡിസൈനിൽ ആൽഫ പ്ലാറ്റ്ഫോമിലാണ് ടാറ്റ അൾട്രോസ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടാറ്റയുടെ ഈ ആൽഫ പ്ലാറ്റ്ഫോം. അപ്പോൾ BeltUrDriveൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ലൈൻസൊക്കെ ഭയങ്കര വിസിബിളും ഷാർപ്പുമാണ്. മൊത്തത്തിലൊരു അഗ്രസീവ് ലുക്കാണ് ഈ വണ്ടിക്കുള്ളത്. ഹെഡ് ലാമ്പിലേക്ക് വരാം. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിന് മേലെയായിട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിന് ഒരു ഇൻസേർട്ട് കാണാം. അത് രണ്ട് ഹെഡ് ലാമ്പിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അതിന് താഴെയായിട്ടൊരു ക്രോം ലൈൻ്റെ ഒരു ഇൻസേർട്ടും കാണാം. അതും ഹെഡ് ലാമ്പിനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഹണികോം ഗ്രില്ലാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 3D ഫോർമാറ്റിൽ ടാറ്റയുടെ ലോഗോയും വരുന്നുണ്ട്. ഇനി നമുക്ക് ഫോഗ് ലാമ്പിലേക്ക് വരാം. ഹെഡ് ലാമ്പിന് നേരെ താഴെയായിട്ട് നമുക്കൊരു ഫോഗ് ലാമ്പ് കാണാം. ഫോഗ് ലാമ്പിന് കൂടെ തന്നെ ഒരു DRലും കൊടുത്തിട്ടുണ്ട്. അതിനൊരു ബൂമറാങ് ഷേപ്പാണുള്ളത്. ആ ഫോഗ് ലാമ്പിൽ തന്നെയാണ് കോർണർ ലാമ്പും വരുന്നത്. ഇനി അതിന് താഴെയായിട്ട് ഒരു ലിപ്പ് കാണാം. നമുക്ക് ഒരു സ്പോർട്ടി ലുക്കിനായിട്ട് ഒരു ലിപ്പ് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു എയർ ഡാം കാണാം. ഇനി വണ്ടിയുടെ ബോണറ്റിലേക്ക് വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് കാണാം. ഒരു മേലായിട്ട് ഏറ്റവും മേലായിട്ട് ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് കാണാം. അതുപോലെ തന്നെ ഈ വൈപ്പറും വാഷേഴ്സൊക്കെ കംപ്ലീറ്റ്ലി ടക്ഡ് അവേ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലെ ഒരു ഔട്ട്ലുക്ക്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡിലേക്ക് പോകാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു സൈഡ് പ്രൊഫൈലാണ് അൾട്രോസിൽ വന്നിട്ടുള്ളത്. ആ ലൈൻസൊക്കെ പാരലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് മേലെ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടും കാണാം. അതും ആ ലൈൻസിന് പാരലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ് മിറേഴ്സിലേക്ക് വരുമ്പോൾ ഒരു ക്രോം ഇൻസേർട്ടും ആ പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഇൻസേർട്ടും കാണാം. വളരെ പ്രീമിയം ആയിട്ട് തോന്നി. ഇൻഡിക്കേറ്റേഴ്സ് ഇൻബിൽഡ് ആയിട്ട് വരുന്നില്ല, പക്ഷേ അതൊരു കുഴപ്പമായിട്ട് തോന്നില്ല. കാരണം അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടയർ പ്രൊഫൈലിലേക്ക് വരാം. 16 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഒരു ഡ്യുവൽ ടോൺ ഡയമണ്ട് അലൈവിൽസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബി പില്ലർ ബ്ലാക്ക് ആൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സി പില്ലറിലാണ് ഈ ഡോറിൻ്റെ ഓപ്പൺ ലിവർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബീറ്റിൽ സ്വിഫ്റ്റിലൊക്കെ കണ്ട രീതിയിലാണ് ആ ഡോറിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ അതേ ടോണിലുള്ള ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേലെയായിട്ട് ഒരു നോർമൽ ആൻറ്റനെയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള സൈഡ് പ്രൊഫൈലിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് നേരെ വണ്ടിയുടെ ബാക്കിലേക്ക് പോകാം. റിയറിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഈ ടെയിൽ ലാമ്പിനെ പറ്റിയാണ്. ആ JLR എന്നൊക്കെ കടമെടുത്തിട്ടുള്ള ഒരു ഡിസൈനിലാണ് ടെയിൽ ലാമ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ബ്ലാക്ക് ഇൻസേർട്ട് കാണാം. സെൻട്രലായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. ടാറ്റയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട്. അതിന് താഴെയായിട്ട് അൾട്രോസ് എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. അതിന് താഴെയായിട്ട് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബാക്ക് വിൻഡോയിലേക്ക് വരുമ്പോൾ ഡിഫോഗേഴ്സും വൈപ്പേഴ്സും കാണാം. അതുപോലെ തന്നെ സൈഡിലായിട്ട് രണ്ട് കുട്ടി സ്പോയിലേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും കാണാം. അതുപോലെ തന്നെ ബാക്കിൽ ഫോഗ് ലാംപ്സും വരുന്നുണ്ട്. അതൊരു നല്ലൊരു ഫ്യൂച്ചറായിട്ട് തോന്നി. പിന്നെ റിവേഴ്സ് സെൻസേഴ്സും കാണാം. ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള ബാക്കിലൊരു ഔട്ട്ലുക്ക്. അപ്പോൾ അൾട്രോസിൻ്റെ ബൂട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 345 ലിറ്ററിൻ്റെ ഒരു ബൂട്ടാണ് അൾട്രോസിൽ വരുന്നത്. ഈ ലോഡിംഗ് ലിപ്പ് കുറച്ച് റേസ്റ്റുമാണ്, ബൂട്ട് കുറച്ച് താഴേക്കുമാണ്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ കയറ്റി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ നൈറ്റ് വിസിബിലിറ്റിക്കായിട്ട് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി സ്പെയർ വീൽസിനെ പറ്റി പറയുകയാണെങ്കിൽ താഴെയായിട്ടൊരു സ്പെയർ വീൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ബൂട്ടിൽ തന്നെ ഒരു സ്പെയർ വീൽസ് കൊടുത്തിട്ടുണ്ട്. 14 ഇഞ്ചിൻ്റെ ഒരു സ്പെയർ വീൽസാണ് കൊടുത്തിട്ടുള്ളത്. ടൂൾസും കാര്യങ്ങളൊക്കെ അതിന് മേലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ബൂട്ടിനെ പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ടോപ്പ് ടെതറിങ് അഥവാ ചൈൽഡ് സീറ്റ് ഹുക്ക് ചെയ്യാനുള്ളൊരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഡീസൽ വേരിയൻറ്റിൻ്റെ എഞ്ചിൻ ബേ ഒന്ന് ചെക്ക് ചെയ്യാം. എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 1.5 ലിറ്റർ 4 സിലിണ്ടർ റിവോട്ടോർക്ക് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 90 bhpയും 200 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എഞ്ചിൻ പാക്ഡ് ആണ്, കവേർഡ് ആണ്, ഇൻസുലേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അൾട്രോസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് അൾട്രോസിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. ഒരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള ലെതർ സ്റ്റിച്ചിങ്ങോടെയുള്ള സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ അൾട്രോസിന് കൊടുത്തിരിക്കുന്നത്. ഈ സെയിം സ്റ്റിയറിംഗ് വീലാണ് നമ്മൾ ടിയാഗോയിലും ടിഗോറിലും നെക്സോണിലും ഒക്കെ കണ്ടുവരുന്നത്. ഇനി ഈ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോൺ ബട്ടൺസ് രണ്ട് സൈഡിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ സൗകര്യപ്രദമായിരിക്കും ഇത്. പക്ഷേ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ശീലമില്ലാത്തതായതുകൊണ്ട് ചിലപ്പോൾ മിസ്സാവും. പക്ഷേ വളരെ നല്ലൊരു ഫീലിംഗ് ആണ്. പിന്നീട് ഇതിൻ്റെ ഇൻഫർമേഷൻ ബട്ടൺസ്, മൾട്ടി ഇൻഫർമേഷൻ പല ബട്ടണുകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഈവൻ ബ്ലൂടൂത്ത് വരെ ഇവിടെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, റൈറ്റ് സൈഡിലാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ, പിന്നെ അതേപോലെ ഈ MID മൊത്തം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് എല്ലാം ഈ റൈറ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഓവറോൾ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ഈ സ്റ്റിയറിംഗിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ റീച്ച് അഡ്ജസ്റ്റബിൾ അല്ലെങ്കിലും ഇത് ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ നമുക്ക് ഇവിടെ ഈ ഓപ്ഷൻ വെച്ചിട്ട് ഇത് ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ടാറ്റ അൾട്രോസിൻ്റെ ഡാഷ്ബോർഡ് വളരെ ക്ലാസി ആയിട്ടാണ് ടാറ്റ ലേഔട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 ടൈപ്പ് ഫിനിഷ് കാണാൻ പറ്റും. ഒരു ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്, നെക്സോണിൽ കണ്ട പോലെ അതേപോലെ ഒരു ഫിനിഷാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു സിൽവർ ഇൻസേർട്ട്, അല്ലെങ്കിൽ ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ഗ്രേ ഇൻസേർട്ടാണ് നടുക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ലൈറ്റ് ഗ്രേ ഇൻസേർട്ട്. അങ്ങനെ 3 ലെയർ ആയിട്ടാണ് ഈ ഡാഷ്ബോർഡ് ലേഔട്ട് ചെയ്തിരിക്കുന്നത്. വളരെ പ്രീമിയം ഒരു ഫീലാണ് ഈ ഡാഷ്ബോർഡ് നമുക്ക് നൽകുന്നത്. ഇവിടെയൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും അതിൻ്റെ ടെക്സ്ചറും മറ്റുമെല്ലാം വളരെ പ്രീമിയം ആയിട്ടുള്ളതാണ്. പിന്നീട് നമുക്ക് വരാൻ പറ്റുന്നത് ഇതിൻ്റെ AC വെന്റുകളിലേക്കാണ്. ഈവൻ AC വെന്റുകളിലും വളരെ ഒരു
ക്രോം ഫിനിഷ്, ഒരു ഗ്ലോസി അല്ലാത്ത ഒരു മാറ്റ് ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സട്ടിലായിട്ടുള്ള ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ നമ്മുടെ AC വെൻറ്റുകളൊക്കെ നമ്മൾ ടിയാഗോയിലും നെക്സോണിലൊക്കെ കണ്ട് ശീലിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള AC വെൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇൻഫർടൈൻമെൻറ്റിനുള്ള ബട്ടൺസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസ് ഇൻഫർടൈൻമെൻറ്റിന് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് കൂടെയാണ്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഉള്ളത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൽ വളരെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ബട്ടൺസാണ്, നല്ല ഫീഡ്ബാക്ക് ഉള്ള ബട്ടൺസാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീലാണ് ബട്ടൺസ് നൽകുന്നത്. ഇൻഫർടൈൻമെൻറ്റിലേക്ക് വരുമ്പോൾ 7-inch ഹാർമൻ കണക്ട്നെസ്റ്റ് ഓഡിയോ സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബ്ലൂടൂത്ത്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, USB കണക്ടിവിറ്റി ഇവയെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇവിടെയുള്ള 7-inch കൂടെ നമുക്ക് MIDയിൽ ഒരു 7-inch കിട്ടുന്നുണ്ട്. വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീലാണ് ഈ 7-inch തന്നിരിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡിജിറ്റൽ ടാക്കോമീറ്റർ ഉണ്ട്. ഡിജിറ്റൽ ടാക്കോമീറ്ററിന് ഇപ്പുറം നമുക്ക് MIDയിൽ തന്നെ പലതരം ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ടു MT, അതേപോലെ ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കണോമി, പിന്നെ 2 ട്രിപ്പ്, അതേപോലെ ലൈവ് പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ ഇപ്പോൾ പുതിയ i20യിൽ നിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം സെഗ്മെൻറ്റിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ ആൾട്രോസിൻ്റെ ഉള്ളിൽ വളരെയധികം സ്പേസസ് കൊടുത്തിട്ടുണ്ട് ടാറ്റ. പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് യൂട്ടിലിറ്റിക്കായി പല സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഫോണൊക്കെ ഇട്ട് വെക്കാനും പേഴ്സ് ഇട്ട് വെക്കാനും ഒക്കെ ഒരു വലിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ 12 volt സോക്കറ്റും USB ചാർജറും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ചെറിയ 2 ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോൺ ഇട്ട് വെക്കാം. ഒരു കപ്പ് ഹോൾഡർ സ്റ്റൈലാണുള്ളത്, പക്ഷേ നമുക്ക് പല സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള രീതിയിൽ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ ഹാൻഡ് റെസ്റ്റ് വളരെ സൗകര്യപ്രദമാണ്. ഇനി ഹാൻഡ് റെസ്റ്റ് മാഗ്നറ്റിക് ആയിട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു ലിഡുണ്ട്. ഈ മാഗ്നറ്റിക് ക്ലോസിംഗ് ലിഡിൻ്റെ ഉള്ളിലും ഒരു അത്യാവശ്യം നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഗിയർ ബോക്സിലേക്ക് നമുക്ക് വരാം. ഗിയർ ബോക്സ് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ടാറ്റ അൾട്രോസിന് കൊടുത്തിരിക്കുന്നത്. ഈ 5 സ്പീഡ് ഗിയർ ബോക്സ് നമ്മൾ ഇതിനു മുമ്പുള്ള പല ടാറ്റ വണ്ടികളിലും കണ്ട രീതിയിലുള്ള ഗിയർ നോബ് തന്നെയാണ്. വളരെ സട്ടിലായിട്ടുള്ള ഒരു സിൽവർ ഫിനിഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് നമുക്ക് ഈ ഗിയർ ബോക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വളരെയധികം ഒരു പ്രീമിയം ഫിനിഷുള്ള ഹാൻഡ് ബ്രേക്കാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്പെഷ്യൽ ഷേപ്പിലാണ് ഈ ഹാൻഡ് ബ്രേക്ക് വന്നിരിക്കുന്നത്. അതും ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. നെക്സോണിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ടുള്ള ഹാൻഡ് ബ്രേക്ക്. ഇത് ഹാൻഡ് റെസ്റ്റിൽ കൈവച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഗ്ലൗ ബോക്സിലേക്ക് പോകാം. ഗ്ലൗ ബോക്സ് ആണെങ്കിൽ 15 ലിറ്ററിൻ്റെ ഒരു ഗ്ലൗ ബോക്സ് ആണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. ഇത് 2 ലെയർ ആയിട്ടാണ് ഈ ഗ്ലൗ ബോക്സ് ഉള്ളത്. മാത്രമല്ല കൂൾഡ് ഗ്ലൗ ബോക്സ് കൂടെയാണ്. ഇവിടെ ഗ്ലൗ ബോക്സിൽ നിന്നുപരി പലതരം ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീകോക്കിൻ്റെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് യൂട്ടിലിറ്റി, കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായി കുറച്ച് സ്പേസസ് കൂടെ ടാറ്റ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്ലോ ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് വരിക. ഇതും ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പല ടാറ്റ വണ്ടികളിലും സിമിലർ ആയിട്ടുള്ള ഇതാണ്. സൺവൈസസിലേക്ക് പോവുകയാണെങ്കിൽ ഡ്രൈവർ സൈഡിൽ ഒരു ടിക്കറ്റ് ഹോൾഡറും പാസഞ്ചർ സൈഡിൽ ഒരു വാനിറ്റി മിററോടുകൂടിയാണ് സൺവൈസസ് കൊടുത്തിരിക്കുന്നത്. ഇത് നോർമലായിട്ടുള്ള എല്ലാ വണ്ടികളും കാണുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ വാനിറ്റി മിററോട് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി ഡ്രൈവർ സൈഡിൽ. പിന്നെ അതേപോലെ ഒരു വലിയ പോരായ്മയായിട്ട് കാണാൻ പറ്റുന്നത് ഈവൻ പ്രീമിയം ഹാച്ച്ബാക്ക് ആയിട്ട് പോലും ടാറ്റ ഇതിന് മാനുവലി അഡ്ജസ്റ്റബിൾ ORVMs ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സെഗ്മെൻറ്റിൽ ഓട്ടോ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കൊടുക്കാത്തത് ടാറ്റ ഒരു വലിയ മിസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൊടുക്കേണ്ടതായിരുന്നു. ഇനി നമുക്ക് മേളിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മുടെ LED വൈറ്റ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ലൈറ്റിനപ്പുറം ഒരു സൺഗ്ലാസ് ഹോൾഡറും പിന്നെ ഒരു മൈക്കും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസസ് ഇൻറ്റീരിയറിലുള്ളത്. പിന്നെ ഇനി നമ്മുടെ ഡോറിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഡോറിൽ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാബ്രിക്കോടെയുള്ള ഒരു ആംബ്രസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ നൈസായിട്ടുള്ളൊരു ഫിനിഷാണ്, നല്ല കംഫർട്ടബിളാണ് ഹോൾഡ് ചെയ്യാൻ. പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു അംബ്രല ഹോൾഡറും പിന്നെ ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇനി ഡോർ ഓപ്പണിംഗ് ലിവറുകളാണെങ്കിൽ വളരെ സിൽവർ ഫിനിഷിൽ, ഒരു മാറ്റ് ആയിട്ടുള്ള ഒരു സിൽവർ ഫിനിഷിൽ വളരെ പ്രീമിയം ഫിനിഷോടുകൂടിയാണ് ഈ ഡോർ ഓപ്പണിംഗ് ലിവറുകൾ കൊടുത്തിട്ടുള്ളത്. അൾട്രോസിൽ നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സും അതേപോലെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പുകളും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഈ സെഗ്മെൻറ്റിൽ വളരെ മികച്ചൊരു ഫീച്ചറായിട്ട് തന്നെ പറയാം. കാരണം പ്രീമിയത്തിലേക്ക് വരുമ്പോൾ ആ പ്രീമിയത്തിൻ്റെ ഒരു ടച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് വളരെ ഉപകാരപ്രദമാണ്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ സൈഡ് റിയർ വ്യൂ മിറേഴ്സ് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ കംഫർട്ടബിൾ ആയിട്ടും എർഗോണോമിക് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രൈവർ സൈഡ് 1 ടച്ച് ഡൗൺ ഉണ്ട്. അതുകൂടാതെ തന്നെ മറ്റു സാധാരണ പോലെ 4 പവർ വിൻഡോകളുണ്ട്. അതിനകത്ത് ഡ്രൈവർ സൈഡ് 1 ടച്ച് ഡൗൺ ആണ്. ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ് ഈ ഡ്രൈവർ സീറ്റ്. അതേപോലെ തന്നെ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ആംബ്രസ്റ്റും ഇതിൻ്റെ പൊസിഷനിങ് ഒക്കെ വളരെയധികം എർഗണോമിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഇനി മറ്റൊരു എർഗണോമിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് ബെൽറ്റുകൾ കൂടിയാണ് ഇവിടെ ടാറ്റ നൽകിയിരിക്കുന്നത്. ടാറ്റയുടെ ഇന്റീരിയറിലെ മറ്റൊരു സ്പെഷ്യൽ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ആംബിയന്റ് ലൈറ്റിംഗ് ആണ്. ഒരു ബ്ലൂ ലൈനോട് കൂടി ഇതിന് ചുറ്റും ഈ ക്ലസ്റ്ററിന് ചുറ്റും ഒരു ബ്ലൂ ലൈനോട് കൂടി ആംബിയന്റ് ലൈറ്റിംഗ് പോകുന്നത് വളരെ ഭംഗിയുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല താഴെ ലെഗ് സ്പേസിലും അതേപോലെ കൊടുത്തിട്ടുണ്ട് 2 ആംബിയന്റ് ബ്ലൂ ലൈറ്റിംഗ്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ഇന്റീരിയർ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് റിയർ സീറ്റിലേക്ക് പോകാം. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ അൾട്രോസിൻ്റെ റിയർ സീറ്റ് വളരെ സ്പേഷ്യസ് ആണ്. ഇവിടെ നമുക്ക് 3 സെറ്റിംഗ്സിലുള്ള ലെഗ് സ്പേസ് കാണാം. ലോങ് സ്പേസിൽ ഇതിപ്പോൾ ഏറ്റവും ഫ്രണ്ടിലേക്കുള്ള സ്പേസ് ആണ്, വളരെയധികം സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഏറ്റവും പിന്നോട്ട് വരുമ്പോൾ തന്നെയാണെങ്കിലും അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പക്ഷേ ഒരു നോർമൽ പേഴ്സൻ്റെ സെറ്റിംഗ്സിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് അൾട്രോസിലുള്ളത്. ഇനി റിയർ സ്പേസിൻ്റെ തൈ സപ്പോർട്ടും അത്യാവശ്യം വളരെ നല്ലൊരു തൈ സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ സീറ്റുകൾ കുറച്ച് ഫേം ആണ്, പക്ഷേ എങ്കിലും ലോങ് ഡ്രൈവിലൊന്നും മടുപ്പിക്കാത്ത തരത്തിലുള്ള ഒരു സീറ്റാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം 3 പേർക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നീട് ഈ ഹാൻഡ് റെസ്റ്റും വളരെ എർഗണോമിക് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെസ്റ്റിൻ്റെ ഒരു വിഡ്ത്ത് ആണെങ്കിലും മറ്റും 2 പേർക്ക് വളരെ സുഖമായി യാത്ര ചെയ്യാനുള്ള രീതിയിലാണ് ഹാൻഡ് റെസ്റ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സ് കൂടെ കൊടുക്കായിരുന്നു, അതാണ് ഇവിടെ ആകെയുള്ളൊരു കുറവായിട്ട് ഞാൻ കാണുന്നത്. ഹെഡ് റൂമിലേക്ക് വരുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത ഹെഡ് റൂമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു 6 ഫീറ്റുള്ള ആളിരുന്നാലും അത്യാവശ്യം ഹെഡ് റൂം കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹെഡ് റെസ്റ്റുകളും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കംഫർട്ടാണ് ഇതിൻ്റെ റിയർ സീറ്റ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. മറ്റൊരു നല്ലൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് സോക്കറ്റിൻ്റെ കൂടെ തന്നെ ഈ ഹാൻഡ് റെസ്റ്റിൻ്റെ ക്ലസ്റ്ററിൽ ഒരു റിയർ AC വെൻസും കൊടുത്തിട്ടുണ്ട്. വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരു ഫ്ലോർ ഹമ്പാണ് അൾട്രോസിലുള്ളത്. അതിനാൽ തന്നെ മൂന്നാമതിരിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാതെ കാല് വെക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി റിയർ സീറ്റിലും സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള ഗ്രാബ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 സ്പ്രിംഗ് ലോഡർ ആയിട്ട് ഗ്രാബ് റെയിൽസ് ആണ് വാഹനത്തിൽ മൊത്തത്തിലായിട്ടുള്ളത്. Set fan speed to low. Setting fan speed to low. വളരെ ഈസി ആയിട്ടാണ് കമാൻഡുകൾ അൾട്രോസ് മനസ്സിലാക്കുന്നത്. അത് നമുക്ക് ഒരു ടാറ്റയിൽ നിന്ന് ഒരു വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടും ഒരു വളരെ നല്ല ഫീച്ചറായിട്ടും കാണാവുന്നതാണ്. ഇനി നമുക്ക് അൾട്രോസ് ഡീസൽ ഓടിക്കുമ്പോഴുള്ള ഫീലിങ്സിനെ പറ്റി നോക്കാം. ആദ്യമായിട്ട് പറയുമ്പോൾ സ്റ്റിയറിംഗ് വളരെ സൂപ്പറായിട്ടുള്ള ഫീലിംഗ് ആണ്. ഇപ്പോൾ വോക്സ്വാഗൻ പോളോ ഒക്കെ പണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു സെയിം ഫീലിംഗ് ആണ് നമുക്ക് അൾട്രോസിൻ്റെ സ്റ്റിയറിംഗിൽ നിന്ന് ലഭിക്കുന്നത്. മേ ബി ആ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗിൻ്റെ കൂടെ പ്രത്യേകത ആയിരിക്കും. ആ ലെതർ ഫിനിഷും ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ഒക്കെ എനിക്ക് ശരിക്കും ഒരു പഴയൊരു നമ്മുടെ ഒരു 2014 മോഡൽ ഡീസൽ പോളോ ഒക്കെ ഓടിക്കുന്ന സെയിം ഫീലിംഗ് ആണ് തരുന്നത്. ഇനി അൾട്രോസിൻ്റെ ഡീസൽ എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 bhp പവറും 200 Nm ടോർക്കുള്ള ഒരു ഡീസൽ എഞ്ചിനാണ്. വളരെ ടോർക്കി ആയിട്ടുള്ളൊരു ഡീസൽ എഞ്ചിനാണ്. പക്ഷേ ചെറിയൊരു ടർബോയിലേക്ക് നമുക്ക് ആദ്യം അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ഹമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ ഒരു 2 സെക്കൻഡിലേക്ക് ആ 2000 RPM എത്തുന്നത് വരെ ചെറിയൊരു പവർ ലാഗ് നമുക്ക് കിട്ടും. പക്ഷെ അതിനുശേഷം വലിച്ചു കയറി പോകുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ നമുക്കൊന്ന് കാലെടുത്ത് നോക്കാം. വളരെ വളരെ മികച്ച ഒരു പവർ ഡെലിവറിയാണ് ഈ എഞ്ചിനിൽ നമുക്ക് ലഭിക്കുന്നത്. നെക്സോണിലുള്ള എഞ്ചിൻ്റെ ചെറിയൊരു ഡീറ്റ്യൂൺഡ് സ്റ്റേറ്റിലുള്ള ഒരു എഞ്ചിനാണിത്. എങ്കിലും ഈ ഒരു വാഹനത്തിന് ഇത് വളരെയധികം മികച്ചൊരു കോമ്പിനേഷനായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അൾട്രോസിൻ്റെ ഗിയർ ഷിഫ്റ്റുകളെ പറ്റി പറയുമ്പോൾ ഗിയർ ഷിഫ്റ്റുകൾ വളരെ സ്മൂത്താണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ടിയാഗോ ഓടിച്ചപ്പോൾ പറഞ്ഞിരുന്നു ടിയാഗോ ഗിയർ ഷിഫ്റ്റുകൾ ചെറുതായിട്ടൊരു റബ്ബറി ഫിനിഷ് ഉണ്ട്. പക്ഷേ അൾട്രോസിൽ ആക്ച്വലി ആ ഫിനിഷ് വളരെയധികം അയൺ ഔട്ട് ചെയ്തിട്ടുണ്ട് ടാറ്റ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീലാണ് ഗിയർ ഷിഫ്റ്റിങ്ങിലൂടെ കിട്ടുന്നത്. എന്നിരുന്നാലും 5 സ്പീഡ് ഗിയർ ബോക്സിന് പകരം ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ഫീലിംഗ് ആയനെ. നമുക്കിപ്പോൾ ക്രൂസ് ചെയ്യുമ്പോൾ ആണെങ്കിലും മറ്റും 6 സ്പീഡ് ഗിയർ ബോക്സിന് ഒരു പ്രത്യേകതരം ഒരു ഫീൽ തരാനുള്ള കഴിവുണ്ട്. ഇനി നമ്മളിത് കാല് കൊടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ടോർക്ക് ആയിട്ടുള്ള എഞ്ചിൻ്റെ ഒരു ശരിക്കും ഒരു എന്തൂസിയാസ്റ്റുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. മാത്രമല്ല സ്റ്റിയറിംഗും അതുപോലെ തന്നെ പെർഫോം ചെയ്യുന്നതിനാൽ നമുക്ക് വളരെ കോൺഫിഡൻസ് ആണ് അൾട്രോസ് തരുന്നത്. ഈ ഒരു ഹൈവേയിലും മറ്റുമൊക്കെ ആണെങ്കിൽ അൾട്രോസ് കൊണ്ട് സുഖമായിട്ട് നമുക്ക് 3 ഡിജിറ്റ് സ്പീഡുകളിൽ പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആകെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും 6 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഹൈവേയിൽ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ക്രൂസ് ചെയ്യാൻ സാധിച്ചേനെന്ന് മാത്രമാണ്. ഈ ഡീസൽ എഞ്ചിൻ്റെ സൗണ്ട് നമുക്ക് ശരിക്കും ഇവിടെ കേൾക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അൾട്രോസിൻ്റെ ഡീസലും അൾട്രോസിൻ്റെ പെട്രോളും ഓടിച്ചു നോക്കിയിരുന്നു. ഇതിനകത്ത് അൾട്രോസിൻ്റെ
പെട്രോളിന് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആയതിൻ്റെ പല കുറവുകളും ആ പെട്രോൾ എഞ്ചിനുണ്ട്. പക്ഷേ ഡീസലിനെ വെച്ച് നോക്കുമ്പോൾ ഡീസലും പെട്രോളും തമ്മിൽ കമ്പയറബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രണ്ട് തലങ്ങളിലാണ് ആക്ച്വലി. പെട്രോൾ എഞ്ചിൻ അത്യാവശ്യം 3 സിലിണ്ടറാണ്, ഇച്ചിരി സൗണ്ടൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ചുമ്മാ ക്രൂസ് ചെയ്ത് പോകാൻ വളരെ നല്ലൊരു എഞ്ചിനാണ്. പക്ഷേ ഈ ഒരു സ്പോർട്ടി ആയിട്ട് ഓടിക്കേണ്ട ഒരാൾക്ക് അതിൽ നിന്ന് കാര്യമായ ഒരു പെർഫോമൻസ്, പ്രത്യേകിച്ചും ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് കിട്ടുമോയെന്ന് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും എല്ലാ പ്രീമിയം ഹാച്ച്ബാക്കുകളിലും നമുക്ക് ലഭിക്കുന്ന 4 സിലിണ്ടർ കിട്ടുമെങ്കിൽ ഏകദേശം സെയിം പവർ ഫിഗേഴ്സ് തന്നെയാണ് പല പ്രീമിയം ഹാച്ച്ബാക്കുകളും കിട്ടുന്നത്. 2021 ടാറ്റ 3 സിലിണ്ടർ 1.2 ലിറ്റർ ടർബോ പെട്രോളുമായി വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ നെക്സോണിലുള്ള അതേ എഞ്ചിൻ്റെ ചെറിയൊരു D2 വെർഷനോ മറ്റോ ഇതിൽ വരുമായിരിക്കും. അപ്പോൾ ശരിക്കും പെട്രോൾ എഞ്ചിനും ആക്ച്വലി ഒരു എന്തൂസിയാസ്റ്റ് ഫ്രണ്ട്ലി കാറായി മാറും എന്നുള്ളതിൽ സംശയമില്ല. നമുക്കറിയാവുന്നതാണ്, സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ അൾട്രോസിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും ABS, EBD, CSC ഈ 3 ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അപ്പം CSC എന്ന് പറഞ്ഞാൽ കോർണറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇത് നമ്മുടെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമായിട്ട് ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചറാണ്. ടാറ്റയുടെ ഒരു നോമൻക്ലേച്ചറാണ് CSC എന്നുള്ളത്. ഇനി മറ്റ് സേഫ്റ്റി ഭാഗങ്ങളാണെങ്കിൽ തന്നെ സേഫ്റ്റിയെ പറ്റി കൂടുതൽ പറയാനാണെങ്കിൽ 2 എയർ ബാഗും കൂടിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ വേരിയൻറ്റുകളിലും സെയിം ഫീച്ചേഴ്സാണ് ടാറ്റ കൊടുക്കുന്നത്. ഇനി ടാറ്റയുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈവൻ നാനോയിൽ വരെ പറഞ്ഞിരുന്നു, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൂളിംഗ് ആണ് ടാറ്റയുടെ എയർ കണ്ടീഷൻ മോസ്റ്റ്ലി തരാറുള്ളത്. അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഈ അൾട്രോസിൻ്റെ AC യുടെ പെർഫോമൻസ്. ഈ നമ്മുടെ ഒരു ഉച്ച സമയമാണെങ്കിൽ പോലും വളരെ അടിപൊളിയായിട്ടാണ് ഇത് കൂൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിന്ന് ഈ ദിവസം ഫുള്ളി വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചാൽ വളരെ അടിപൊളിയായിട്ടുള്ള കൂളിംഗ് ആണ് ഈ AC നൽകുന്നത്. ഇനി കംഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അൾട്രോസിൻ്റെ ഒരു കംഫർട്ട് ലെവൽസ്, ഇപ്പോൾ നമ്മൾ റൈഡ് ക്വാളിറ്റി അടിപൊളിയെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ സീറ്റിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും മറ്റും ഒരു ഡ്രൈവർക്ക് വളരെ കോൺഫിഡൻസ് തരുന്നത് പോലെയും ഒരു വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കംഫർട്ടാണ്. ഈവൻ നമ്മുടെ ഹെഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല സപ്പോർട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റാണ് ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ഫറ്റീഗ് വളരെ കുറവായിരിക്കും ഈ വണ്ടി ഓടിക്കുമ്പോൾ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ചെറിയ സ്പീഡിലൊക്കെ നമ്മൾ അൾട്രോസ് എടുക്കുമ്പോൾ ഒരു ഡീസൽ എഞ്ചിൻ്റെ ലോ എൻഡിൽ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. നമ്മുടെ ഹാഫ് ക്ലച്ചിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴെക്കൊടുത്താൽ കയറി പോകും. പക്ഷേ ചെറിയ സ്പീഡിൽ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അത് മാത്രമേ ഒരു എഞ്ചിൻ വൈബ്രേഷൻ ഈ എഞ്ചിൻ എന്ന് പറയാനുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ വളരെ സ്മൂത്താണ് എഞ്ചിൻ. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിലും നോർമൽ അത്യാവശ്യം നല്ല RPM വരുമ്പോഴും വളരെ ലോ എൻഡ് RPM അല്ലെങ്കിൽ മാത്രം അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസാണ് എഞ്ചിന് വരുന്നത്. വൈബ്രേഷൻസ് വളരെ തന്നെ കുറവാണ്. ഇനി സ്റ്റിയറിംഗ് വീൽ പറയുകയാണെങ്കിലും ചെറിയ സ്പീഡിൽ പാർക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. നമുക്കിപ്പം ഒരു വിരലും കൊണ്ട് തന്നെ കറക്കി എടുക്കാവുന്നതുള്ള പോലത്തെ സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ ടിയാഗോൻ്റെ അത്രയും ലൈറ്റ് എന്ന് പറയാൻ കഴിയില്ല, കുറച്ചൊരു വെയിറ്റ് ഉണ്ട്. അത് മാത്രമല്ല അതിനനുസരിച്ച് തന്നെ ഇത് ഓടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫീലും ഈ സ്റ്റിയറിംഗ് തരുന്നുണ്ട്. അപ്പോൾ അൾട്രോസിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് പെട്രോളിന് 6.43 to 9.07 ലാക്സും ഡീസലിന് 8.08 to 10.48 ലാക്സുമാണ്. ഞങ്ങൾക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 18 to 20 ആ റേഞ്ചിലാണ്. അപ്പോൾ സേഫ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് വേണ്ടവർക്ക് അൾട്രോസ് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.